ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ നല്ലൊരു പൈനാപ്പിൾ ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മളിത് കണ്ടോ, ഞാൻ ഒരെണ്ണം ചെത്തി വെച്ചിട്ടുണ്ട് തൊലിയൊക്കെ. ഒരെണ്ണം കൂടി എടുക്കാൻ ഇതുപോലെ നല്ല പഴുത്ത പൈനാപ്പിൾ വേണം എടുക്കാൻ. ജാം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയില്ല. അപ്പം നമ്മൾ ചെത്തി അല്ലെങ്കിൽ ഇതുപോലെ ഈ കാണുന്ന കറുത്ത കണ്ണൊക്കെ നല്ലതുപോലെ കളയണം, എങ്കിലേ നമുക്ക് ജാമിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം ഇതും കൂടി നമ്മൾ തൊലിയൊന്ന് ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിക്കകത്ത് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് എത്രയുണ്ടെന്ന് നമുക്ക് ഈ ഗ്ലാസ്സിലൊന്ന് അളന്ന് നോക്കണം. അതനുസരിച്ച് വേണം നമുക്ക് പഞ്ചസാര ചേർക്കാൻ. നമുക്ക് ആദ്യം ഇതും കൂടി തൊലി ചെത്തി നല്ലൊരു പീസാക്കി എടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ രണ്ടും നമ്മൾ നല്ലതുപോലെ ഇതുണ്ടോ, ആ കറുത്ത കണ്ണൊക്കെ നല്ലതുപോലെ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നടുക്കത്തെ ഈ സെൻറ്ററിൽ ഈ കട്ടിയായിട്ടുള്ള പോർഷൻ എടുക്കരുത്, നമ്മൾ അത് കളഞ്ഞിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ പോർഷൻ നമ്മൾ കളയണം. നമ്മൾ മിക്സിക്കകത്തോട്ട് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് പീസ് ചെയ്ത് കട്ട് ചെയ്ത് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മൾ വെള്ളമൊന്നും ഒട്ടും ചേർക്കല്ല്, വെള്ളം ചേർക്കാതെ ഈ പൈനാപ്പിളിൻ്റെ ആ നീരും കൊണ്ട് തന്നെ വേണം നമ്മൾ എടുക്കാൻ. നമ്മൾ കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ ഇങ്ങനെ കേടുള്ള ഭാഗമൊക്കെ ഇതുണ്ടോ, ഇതുപോലെ ഇത്തിരി നിറം മാറിയ ചതഞ്ഞ പോലെ ഉണ്ട്, അതും നമ്മൾ എടുക്കല്ലേ. അപ്പം നമ്മുടെ ജാമിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മൾ അത് കളഞ്ഞിട്ട് നല്ലപോലെയുള്ള ഭാഗങ്ങൾ മാത്രമേ എടുക്കാവുള്ളൂ ജാമിന്. നമ്മൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് മിക്സിക്കകത്ത് നമ്മളൊന്ന് അരച്ചെടുക്കാം. നമ്മൾ വെള്ളം ചേർക്കാതെ അരയ്ക്കണം. എല്ലാ പീസും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പൈനാപ്പിൾ രണ്ടും നമ്മൾ ഇതുകൊണ്ടോ നല്ലതുപോലെ ഒന്ന് മിക്സിക്കകത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലൊന്ന് അളന്ന് നോക്കാം. അതനുസരിച്ച് വേണം നമുക്ക് പഞ്ചസാര ചേർക്കാൻ. നമ്മൾ ഇതിനകത്ത് എണ്ണ നെയ്യ് ഒന്നും ചേർക്കുകയല്ല ജാമിന്. നമുക്ക് ഇത് ഒരു ഗ്ലാസ് ആയി, ഇപ്പം ഒരു 2.5 ഗ്ലാസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഗ്ലാസ്സിന് ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര ചേർക്കണം. നല്ലതുപോലെ പഴുത്ത പൈനാപ്പിൾ ആയിരുന്നതുകൊണ്ട് നമ്മൾ ആദ്യം കൂടുതലും അതിന് ചേർക്കില്ല, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം. അപ്പം ഞാൻ അതിന് ഒരു 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് ഇത്. ഈ ഗ്ലാസ്സിന് ഒരു 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് ഇതോടെ ചേർക്കാം. അപ്പം ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ഒന്ന് പറ്റിക്കണം. നമുക്കിപ്പം ഗ്യാസ് ഒന്ന് ഓണാക്കി ഇത് ഇളക്കി പറ്റിക്കാൻ തുടങ്ങാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. നമ്മളിത് ജാമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 2 പൈനാപ്പിളെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഇത്തിരി കാണുകയുള്ളൂ. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ തീരെ ഒരുപാട് ഫുൾ തീയിൽ വെച്ച് പെട്ടെന്ന് അങ്ങ് ഇളക്കി പറ്റിക്കില്ല, അപ്പം ജാമ് നല്ലതുപോലെ കിട്ടത്തില്ല. അപ്പോൾ ഇതൊരു സ്ലോ ഫ്ലെയിം, മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 1/2 ഹവറെങ്കിലും വേണ്ടി വരും. നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി പറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മളിത് കണ്ടോ, പൈനാപ്പിൾ ഒരു കുറച്ച് ഒരുവിധം ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പരുവത്തിലല്ല വേണ്ടേ, ഇതിനേക്കാൾ നല്ലതുപോലെ കുറുകി വരണം. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വൃത്തിയുള്ള നല്ലൊരു വലിയ കടയിൽ എടുക്കണം. അപ്പോൾ തിളച്ച് നമുക്ക് മേത്തോട്ട് ഇങ്ങനെ തെറിക്കും. അപ്പം നമ്മൾ വലിയൊരു പാത്രം തന്നെ എടുക്കണം. ജാം ഉണ്ടാക്കുന്ന കടയൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ വേറെ എന്തിനേലുമൊക്കെ ഉപയോഗിച്ചാണെങ്കിൽ അത് നല്ലതുപോലെ കഴുകി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ. വെള്ളമയം ഒന്നും ഒട്ടും വരാതെ. അപ്പോൾ നമുക്കൊരു കുറച്ചും കൂടി ഒന്ന് ഇളക്കി പറ്റിക്കണം. നമുക്ക് കുറച്ചുകൂടി ഒന്ന് പറ്റിക്കുന്നവരെ ഇളക്കാം. നമ്മുടെ ജാമൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്, നല്ലതുപോലെ പറ്റി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ നല്ലതുപോലെ പറ്റി. അപ്പം ഈ സമയത്ത് നമുക്കിതൊന്ന് ഓഫാക്കാം. നമ്മളിത് കണ്ടോ, നല്ലതുപോലെ അത്യാവശ്യം മേത്തോട്ട് തെറിക്കുന്ന ഒരു ഇതാണ്. നമ്മളതുകൊണ്ട് നല്ലതുപോലെ ഒരു വലിയ പാത്രം എടുക്കണം. ഞാൻ ഇതിനകത്തൊരു 1/2 നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. പകുതി നാരങ്ങയുടെ നീര് മതിയാവും. നമ്മളിത് നല്ലതുപോലെ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു ബോട്ടിലൊക്കെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ. ഞാൻ ഇതിനകത്ത് ഒരു 2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ജാമിൻ്റെ ഫ്ലേവർ കിട്ടും. ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളൊരു 2 ഡ്രോപ്പേ ഒഴിക്കുന്നുള്ളൂ. കറക്റ്റ് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്പൂൺ കൊണ്ട് കോരി നോക്കി അറിയാം. ഇതുപോലെ നല്ല കുറുകയിരിക്കണം. ശകലം തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആ ജാമിൻ്റെ ആ ടെക്സ്ചറിൽ വരും. അപ്പോൾ നമുക്കിത് ഇത്തിരി തണുത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ഇത് ജാമൊക്കെ എപ്പോഴും നമ്മളൊരു കുപ്പി ഭരണിക്കകത്തോ ഗ്ലാസിൻ്റെ എന്തെങ്കിലും പാത്രത്തിലൊക്കെയാണ് അടച്ചു വെക്കാവുള്ളൂ. നമുക്കിതൊന്ന് തണുത്തിട്ടൊരു ബോട്ടിലോട്ട് എടുക്കാം.
അപ്പം ജാമ ഒരു കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. നമുക്കൊരു നല്ലൊരു ഗ്ലാസ്സിലെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ, നമുക്ക് പണ്ട് തുടങ്ങിയ പൈനാപ്പിൾ ജാമാണല്ലോ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴല്ലേ വേറെ സ്ട്രോബെറി ജാമ, ഒരുപാട് ജാമകൾ ഇപ്പോൾ മിക്സ് ഫ്രൂട്ട് ജാമ ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ പൈനാപ്പിൾ ജാമ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഇതിനകത്ത് വേറെ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ചള്ളായി പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നല്ല പൈനാപ്പിളാണോ കിട്ടുന്നതെന്ന് അറിയാൻ പറ്റിയല്ല, അതുകൊണ്ട് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയില്ലേ. കൂടുതലൊക്കെ 2-3 പൈനാപ്പിളൊക്കെ ഒന്നിച്ച് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കുറേ ദിവസത്തേന് ഇരിക്കും. ഇപ്പം വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പൈനാപ്പിൾ ജാം വീട്ടിൽ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.